ഹായ് ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ യൂണിറ്റ് 3 ലെസൺ 3 ആണ് വെയിറ്റിംഗ് ഫോർ റെയിൻ അല്ലേ. ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ വെയിറ്റിംഗ് ഫോർ റെയിൻ അല്ലേ, റെയിനിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ കേരള മച്ച് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ ദ മൺസൂൺ ക്യാൻ റെഡ്യൂസ് എ റീജിയൻ ടു പെന്യൂർലി ആൻഡ് ഇറ്റ്സ് ആബ്സെൻസ് ക്യാൻ കോസ് ദ സെയിം. എന്താണ് പറയുന്നത്? മൺസൂണിൻ്റെ അഭാവം എന്താണ് കേരളത്തിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ ഒരു പ്രദേശത്തെ നാശത്തിലേക്ക് ചുരുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ദ ഫ്ലൈറ്റ് നോസ്ഡ് ഇൻടു എ ക്ലൗഡ് ആൻഡ് വി റോക്ക്ഡ് വിത്ത് ദ ടർബുലൻസ് ഔട്ട്സൈഡ് അല്ലേ. ഞാൻ സഞ്ചരിക്കുന്ന വിമാനം മേഘക്കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ മുൻഭാഗം എന്താണ്? പ്രകമ്പനം കൊള്ളിക്കുന്ന അന്തരീക്ഷമാണ്. ആ ഒരു മേഘക്കൂട്ടത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് അല്ലെ വിമാനം കടന്നു അല്ലേ, മേഘക്കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു. എ പെക്യുലർ സൈലൻസ് ക്രെപ്റ്റ് എമോങ് ദ പാസഞ്ചേഴ്സ് മോസ്റ്റ് ഓഫ് whom were young men seeking the green, the myriad hues of green pastures of Kerala, where it seems everything was in abundance but a labor force and rain. എന്താണ് പറയുന്നത്? അതിൻ്റെ മുൻഭാഗം അല്ലേ മേഘക്കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അന്തരീക്ഷം പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ടായിരുന്നു. ആടിയുലഞ്ഞ് ഒരു അന്തരീക്ഷമായിരുന്നു. നല്ല കാറ്റുണ്ട് അല്ലേ. ബഹളം വെച്ച യാത്രക്കാർക്കിടയിൽ നിശബ്ദത വന്നു. യാത്രക്കാരിൽ മിക്കവാറും ചെറുപ്പക്കാരായിരുന്നു. കേരളത്തിലേക്ക് പച്ചപ്പ് തേടി വരുന്നവരായിരുന്നു ഈ വിമാനത്തിലുള്ള യാത്രക്കാർ. കേരളത്തിൽ എന്താണ് എല്ലാം സുലഭമായി ലഭിക്കുമായിരുന്നു. തൊഴിലുകളും റെയിനും ഒഴിച്ച്, മഴയും ഒഴിച്ച് അല്ല ബാക്കിയെല്ലാം എന്താണ് കേരളത്തിൽ ലഭിക്കുമായിരുന്നു. The plane rocked some more and somewhere behind me a child wailed in fright. An elderly couple alongside who had been chatting incessantly was finally quiet. പ്ലെയിൻ എന്തായത് ശക്തമായിട്ട് ആടി ഉലഞ്ഞു. ഞാൻ ഇരിക്കുന്നതിൻ്റെ അല്പം പിറകെ ഒരു കുട്ടി ഭയത്തിൽ വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. അവൻക്കൊപ്പം ഉണ്ടായിരുന്ന ദമ്പതികളോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരും നിശബ്ദരായി. അടുത്തത്, ഐ വണ്ടേർഡ് വാട്ട് ദ യങ് മെൻ ഫ്രം നോർത്തേൺ ഇന്ത്യ, ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ഇൻ ദ യൂണിഫോം ഓഫ് ദ ഗസ്റ്റ് വർക്കർ, ജീൻസ്, ടീ-ഷർട്ട്, windcheater and sneakers thought of this turbulent return to their workplace. എന്താണ് യാത്രക്കാരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരായിരുന്നു. അവരൊക്കെ ഓരോ ടീഷർട്ട് അതുപോലെ ജീൻസ് അങ്ങനെയുള്ള യൂണിഫോമിലായിട്ടാണ് അവരിയ്ക്കുന്നത്. അവരെല്ലാം എന്തായിരിക്കും ചിന്തിക്കുക എന്ന് ഞാൻ ആലോചിച്ചു. അവർ എന്തിനെ കുറിച്ചിട്ടായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകുക എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ദ മെമ്മറി ഓഫ് ദ ഹോറിഫിക് ഫ്ലോട്ട് ഇൻ 2018 സ്റ്റിൽ ഹാസ് വിവിഡ് ആസ് ദേ ആർ ഫൈറ്ററിങ് അല്ലേ. അവർ 2018 നടന്ന ആ ഒരു ഭീകരമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിനെ കുറിച്ചിട്ട്, കേരളത്തിലുണ്ടായ ആ ഭീകരമായ വെള്ളപ്പൊക്കത്തെ കുറിച്ചിട്ട് ആ ചിന്ത ഇപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന പോലെ എല്ലാവരുടെയും മനസ്സിൽ വ്യക്തമാണ്. അപ്പോൾ അവരതിനെക്കുറിച്ച് ഓർക്കുമോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അടുത്തത്, ഓൾ അറൗണ്ട് മീ വാസ് ഫിയർ ആൻഡ് ആങ്സൈറ്റി വിച്ച് മാനിഫെസ്റ്റ് ആസ് എ remained in silence and a determined grip on the seat handlers. എനിക്ക് ചുറ്റും ഭയമാണുള്ളത് അല്ലേ. എനിക്ക് ആ ഭയം രൂപപ്പെട്ടത് എങ്ങനെയാണ്? അത് എനിക്ക് ഭയം രൂപപ്പെട്ടത് എന്താണ് കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച ആ നിശബ്ദത പോലെയാണ് ആ ഭയം എനിക്ക് രൂപപ്പെട്ടത്. യാത്രക്കാരിരിക്കുന്ന ഹാൻഡിൽസിനെ പിടിക്കുന്ന ആ ഒരു സ്ട്രോങ് പിടിക്കുന്ന പോലെയാണ് ആ ഒരു ഭയം എനിക്ക് അനുഭവപ്പെട്ടത്. ആ ഒരു രൂപത്തിലാണ് അത് അനുഭവപ്പെട്ടത്. ഐ മസ്റ്റ് ഹാവ് ബീൻ ദ ഓൺലി പാസഞ്ചർ ഓൺ ദാറ്റ് ഫ്ലൈറ്റ് ഹൂ വാസ് ഹാപ്പി വിത്ത് ദ ടർബുലൻസ്. ആ ഒരു വിമാനത്തിലുള്ള യാത്രക്കാരിൽ ഏറ്റവും ഇപ്പോൾ ഭയമില്ലാതെ സന്തോഷിക്കുന്നത് ഒരു യാത്രക്കാരൻ ഞാൻ മാത്രമായിരിക്കും. കാരണം എന്താണ്? നല്ല അന്തരീക്ഷമാണ്, കാറ്റ് പറത്തുന്നുണ്ട്. അത്
ആ കാറ്റെന്താണ്, പേമാരി കൊണ്ടുവരും, മൺസൂൺ കൊണ്ടുവരും. An uneventful flight meets good weather. So turbulence meets just one thing, wind currents, and hence the monsoon. After all, I was traveling to Kerala to renew my acquaintance with the monsoon. For almost 6 weeks now, the southwest monsoon has been playing hide and seek. ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ മൺസൂൺ ആസ്വദിക്കാനാണ്. അപ്പോൾ മഴക്കാലം കഴിഞ്ഞ് 6 ആഴ്ച കാലമായി തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഒളിച്ച് കളിക്കുകയാണ്, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ് അല്ലേ, മഴ വരുന്നില്ല. അപ്പോൾ അതാണ് ഈ വരിയിൽ പറയുന്നത്. അടുത്തത്, മൈ ഡെയിലി കോൾസ് ടു മൈ പാരൻസ് വുഡ് ബിഗിൻ വിത്ത് ദ ക്വയർലി ഈസ് ഇറ്റ് റെയിൻ ദോ. എന്താണ്, ഞാൻ ഓരോ ദിവസവും പാരൻസിന് കോൾ ചെയ്യുമ്പോൾ, വിളിക്കുമ്പോൾ ഞാൻ എന്താ ചോദിക്കാറ്, അവിടെ മഴയുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ദ വാസൻ്റ് എ കോൺവെർസേഷൻ ഫിൽറ്റർ ആസ് ഇറ്റ്സ് ടെൻഡ് ടു ബി വെൻ ടു പീപ്പിൾ ഹാവ് എ നത്തിങ് ടു സേ ടു ഈച്ച് അതർ. അത് ഒന്നും പറയാത്തവർ സംസാരിക്കുമ്പോഴുള്ള ഒരു ചോദ്യമല്ല, കാരണം അതൊരു സ്ട്രോങ് ആയിട്ടുള്ള, ആ ഒരു ചോദ്യത്തിന് അർത്ഥമുണ്ട്. അതൊരു അർത്ഥമില്ലാത്ത ചോദ്യമല്ല, ഒരു ആത്മാർത്ഥത ഉള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. മൈ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ലീക്ലി റോഫ്, സ്ലിപ്പറി പാസ്, പവർ ഔട്ടേജസ് ആൻഡ് ദ ഗ്രൗണ്ട് കവർ ദാറ്റ് വിത്ത് ദ റെയിൻ വുഡ് ടേക്ക് ഓവർ ദ ലാൻഡ്. അല്ലേ, അതിനെ ആ ചോദ്യത്തിൻ്റെ അന്വേഷണമായിരിക്കും മറ്റുള്ള ചോദ്യങ്ങളൊക്കെ. കാരണം ആ ചോദ്യങ്ങൾക്ക് മറുപടി അനുസൃതമായിട്ട് എൻ്റെ മറുചോദ്യങ്ങൾ വരും. കാരണം മഴക്കാലത്ത് ചോദിച്ചിരിക്കുന്ന മേൽക്കൂരകളെക്കുറിച്ച് ഞാൻ ചോദിക്കും, വീഴുന്ന വഴികളെക്കുറിച്ച്, ഇലക്ട്രിസിറ്റി അല്ലേ, പവർ സ്റ്റേഷനെക്കുറിച്ചും, മഴയോടൊപ്പം വന്ന് അടിയുന്ന പുല്ലുകളെയും പായലുകളെയും കുറിച്ചൊക്കെ എൻ്റെ മറുചോദ്യങ്ങൾ പിന്നെ ഉണ്ടാകും. Only July 17th, which was the first day of the Karkadagam month, and when sheets of rain out to be falling as if the end of the world was drawing near, my mother said the sights had loomed a gunman's grey. എന്താണ്, ജൂലൈ 17 അല്ലേ, ജൂലൈ 17 കർക്കിടക മാസത്തിന് പ്രത്യേകം എന്താ, ശക്തമായ മഴയുടെ തുടക്കമാണ്. അപ്പോൾ ആ തുടക്കത്തിൽ, ആ മാസത്തിലായിരിക്കും ശക്തമായ മഴയുടെ തുടക്കം. അപ്പോൾ ആ സമയത്ത് ആകാശം ഡാർക്ക് ഗ്രേ കളറിൽ മൂടി നിൽക്കും. അപ്പോൾ അമ്മ പറയും, മഴ പെയ്യാൻ നിൽക്കുന്ന പോലെ ലക്ഷണം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്പം കഴിഞ്ഞാൽ തന്നെ വെയിൽ വരും. അല്ലേ, വെയിൽ വരും. അപ്പോൾ അമ്മ ചോദിക്കും, മഴ എവിടേക്ക് പോയി, അത് നിൻ്റെ അടുക്കലേക്ക് വന്നോ എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. ബട്ട് ഓൾ ദേ ഹാഡ് എ മിനർ സ്പെൽ ഓഫ് recooling rain, and now the sun was shining. Where has the rain gone, she asked. Has it come to you? അല്ലേ, അത് നിൻ്റെ അടുത്തേക്ക് വന്നോ, ആ മഴ നിൻ്റെ അടുത്തേക്ക് വന്നോ എന്ന് ചോദിക്കുമായിരുന്നു. Bangalore, the city where I live when not in my village, Mundakottu Kurushi in Kerala, was going through in windy place. അല്ലേ, ബാംഗ്ലൂരിലെ എൻ്റെ ഗ്രാമമല്ലാത്ത, പട്ടണമല്ലാത്ത മുണ്ടക്കോൽ കുറിശിയിലല്ലാതെ ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരിലെ ഒരാഴ്ചയിലധികമായിട്ട് ശക്തമായിട്ടുള്ള ക്രൂരമായ ശബ്ദത്തിലുള്ള കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. For over a week now, a brutal wind has been sweeping the northern outskirts of the city with a menacing growl. Window shutters banged, door unlatched themselves around the home. Trees creaked and groaned while leaves hissed and whispered. ഒരു കാറ്റിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്. ഭയപ്പെടുത്തുന്ന ആ ശബ്ദത്തിൽ ജനലിൻ്റെ പാളികൾ ശക്തമായിട്ട് അടയുന്നുണ്ട്. വാതിലുകളോ സ്വയം അതിൻ്റെ കൊളുത്ത് ഊരി താഴെ സ്വയം അഴിയും. എൻ്റെ വീടിന് ചുറ്റുമുള്ള മരങ്ങൾ ആഞ്ഞടിക്കും, ആടി ഉലഞ്ഞ് പരസ്പരം ഉരസുന്ന ശബ്ദമുണ്ടാക്കും. ത്രൂ നൈറ്റ് ആൻഡ് ഡേ ദ വിൻഡ് ബ്ലൂ പുഷിങ് ദ മൺസൂൺ ക്ലൗഡ്സ് എവേ. അല്ലേ, രാവും പകലും ഈ കാറ്റ് എന്ത് ചെയ്യും, ഈ മൺസൂൺ ക്ലൗഡ്സിനെ, ഈ ഗ്രേ കളറിലായിരുന്ന മഴമേഘങ്ങളെല്ലാം മാറ്റിക്കൊണ്ടുപോകും, തെന്നി മാറിയിട്ട് പോകും.
So, a turbulent flight into Kerala indicated possible rains, except that as we descended into Kochi, it seemed to have no rain either. അല്ലേ? അതിനാൽ തന്നെ കേരളത്തിലേക്ക് ഞങ്ങളുടെയുള്ള ഈ യാത്ര വിമാനം പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ്. ആടി ഉലഞ്ഞ് മഴക്കുള്ളൊരു സാധ്യതയെ സൂചിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. എന്നാലോ ഈ ഒരു അന്തരീക്ഷം ഒഴിച്ച് കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. മഴമേഘങ്ങൾ നിറഞ്ഞിട്ട് ആകാശം മഴയെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ താഴെ വെയിലേറ്റ് ഉണങ്ങിക്കരിഞ്ഞ പുല്ലുകൾ അത് നിറം മങ്ങിയ മറ്റൊന്നിനെയാണ് സൂചിപ്പിച്ചിരുന്നത്. The grey skies suggested rain, but the blanched greenery said something else, a difference that leaves one feeling both helpless and powerless. How do you coax a monsoon to do what it ought to be doing? Not a drop travels with me to my village. When I was last here in June to celebrate the onset of monsoon, which I have done for many years now, the monsoon had failed to break. A few summer storms had accelerated the heat, and the meteorological department said that the monsoon was lurking in the Maldives. എന്താണ് പറയുന്നത്? അപ്പോൾ ഉണങ്ങിക്കരിഞ്ഞ പുല്ലുകൾ അത് നിറം മങ്ങിയിട്ടുണ്ട് അല്ലേ? അത് പക്ഷെ മഴയല്ല, അത് മറ്റൊന്നാണ് സൂചിപ്പിച്ചിരുന്നത്. കാലവർഷം പെയ്യുന്ന ആശങ്കയിൽ നിൽക്കുന്ന കാലവർഷം പെയ്യാൻ ഒരു മടിച്ച് നിൽക്കുകയാണ്. ആശങ്കയിൽ പെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്. അത് നമ്മെ നിസ്സഹായരും അശക്തയുമായി ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു മൺസൂൺ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുക അല്ലേ? ഇയാൾ ചോദിക്കുകയാണ്, നമുക്ക് എങ്ങനെയാണ് മൺസൂൺ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പറ്റുക? ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുകയാണ് അല്ലേ? അപ്പോൾ അയാൾ ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നോടൊപ്പം സഞ്ചരിക്കാൻ മഴയില്ല. കഴിഞ്ഞ ജൂണിൽ മൺസൂണിൻ്റെ തുടക്കം ആസ്വദിക്കാൻ ഞാൻ വന്നിരുന്നു. എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം വന്നില്ല. പകരം വേനൽക്കാലത്തെ ശക്തമായ കാറ്റായിരുന്നു അന്ന്. അത് ചൂടിനെ ഉയർത്തി. അന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞത് മൺസൂൺ മാലദ്വീപ്സിൽ ഒളിഞ്ഞിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എത്രയാണ് ഇതിൻ്റെ ആൻസർ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് നോക്കാം. The villagers had said that the summer drought had been intense. അല്ലേ? എൻ്റെ വില്ലേജേഴ്സ് ഗ്രാമവാസികൾ പറഞ്ഞു വേനൽക്കാലത്തെ വരൾച്ച തീവ്രമാണ് അല്ലേ? അത്രയും ശക്തിയാണ്. ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 2 decades since we saw the wells and canals dry up and the water tables fall so low, they had said. അവരെന്താ പറഞ്ഞത്? കഴിഞ്ഞ പതിറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് വറ്റി വരേണ്ടത്. എന്തൊക്കെയാ? കിണറുകളും പുഴകളൊക്കെ വറ്റി വരേണ്ടതും ജലനിരപ്പ് താഴ്ന്നതൊക്കെ അല്ലേ? അവിടെയുള്ള വില്ലേജേഴ്സ് പറയാണ്. നത്തിങ് ഈസ് ആസ് ഇറ്റ് വാസ്, ബിൽഡ് എ ഫ്യൂ മോർ കോൺക്രീറ്റ് മോൺസ്റ്റോറീസ് അല്ലേ? ഇങ്ങനെ അത് വരാതിരിക്കുക. കാരണം ഇവിടേക്ക് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയാണ്. ടൈൽ സം മോർ ഫ്രണ്ട് യാർഡ്സ് അല്ലേ? മുറ്റത്ത് ടൈലുകൾ പതിക്കുകയാണ്. ആൻഡ് കട്ട് ഡൗൺ മോർ ട്രീസ് അല്ലേ? മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണ്. ആൻഡ് ഇൻ decades time, if not earlier, you will be paying for water as I do in Bangalore ₹400 for a small tanker of water to supplement the tricks അല്ലേ? താമസിയാതെ വെള്ളത്തിനൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ കൊടുക്കുന്നത് പോലെ 400 രൂപയോളം കൊടുത്തിട്ട് വെള്ളം ചെറിയ ടാങ്കർ വാട്ടറിൽ സപ്ലൈ ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. Sourced from the community bowel, and here we are a week into Karkidagam when fields and canals ought to be overflowing and ditches gurgling like streams, and the monsoon still hasn't planted its feet in the ground. കമ്മ്യൂണിറ്റിയിലെ കുഴൽക്കിണറിൽ നിന്നാണ് വെള്ളം വരുന്നത് അല്ലേ? വയലുകളും കനാലുകളും നിറഞ്ഞ് കവിഞ്ഞൊഴുകേണ്ട ചാലുകളും തോടുകൾ പോലെ കരകവിഞ്ഞൊഴുകേണ്ടതുമായ കർക്കിടകത്തിലേക്ക് ഞങ്ങൾ ഒരാഴ്ച പിന്നിടുകയാണ്.
അല്ലേ? കാലവർഷം ഇപ്പോഴും മണ്ണിൽ കാലുകൾ നട്ടിട്ടില്ല, അല്ലേ? കാലവർഷം ഇപ്പോഴും എത്തിയിട്ടില്ല. എന്താണ് നിറഞ്ഞ് ഒഴുകേണ്ട ചാലുകളും തോടുകളൊക്കെ ഇപ്പോഴും, അല്ലേ, വരൾച്ചയാണ് അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. At dusk, my sprightly 85 years old uncle comes calling. Here is a man who straddles the past and present with the same ears he does his scooter. He learned to ride one when he was 78. അദ്ദേഹത്തിൻ്റെ 85 വയസ്സായ അമ്മാവന് മഴയെക്കുറിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? He's seen how the monsoon can turn a village in penury and how its lack can cause the sea. We talk about how the monsoon once was. The increasing rain would make everything clammy to the touch. The damp would breathe a stains onto clothes and grain, turning stone a mossy green. സന്ധ്യ ആകുമ്പോൾ എൻ്റെ 85 വയസ്സുള്ള എൻ്റെ അമ്മാവൻ എന്നെ വിളിക്കുകയാണ്. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും അതേ അനായാസമായി കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, അല്ലേ? ഒരു കഴിഞ്ഞ കാലവും ഇപ്പോഴത്തെ കാലമൊക്കെ ഒരേ കടന്നു പോവാണ്. അവൻ തൻ്റെ സ്കൂട്ടറിൽ എന്താണ് അദ്ദേഹം 78 വയസ്സുള്ളപ്പോൾ ഒരെണ്ണം ഓടിക്കാൻ പഠിച്ചു. മൺസൂൺ എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ പേമാരിയാക്കി മാറ്റുന്നതെന്നും അതിൻ്റെ അഭാവം എങ്ങനെ അതിന് കാരണമാകുന്നുവെന്നും അദ്ദേഹം കണ്ടു. ഒരിക്കൽ മൺസൂൺ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിർത്താതെ പെയ്യുന്ന മഴ തൊടുമ്പോൾ എല്ലാം ഇളകി ലഭ്യമാകും. നനഞ്ഞത് എന്താണ് തുണിയിലും ധാന്യത്തിലും ശ്വസിക്കുകയും കല്ല് പായൽ പച്ചയായി മാറുകയും ചെയ്യും, അല്ലേ? ഈ മൺസൂൺ വന്നാലുള്ള മാറ്റങ്ങൾ അമ്മാവൻ പറയാൻ അനുഭവിച്ചതാണല്ലേ. To hear my uncle speak to the rain is the release how real and human the southwest monsoon is to him. Like the much awaited visit by a rich relative that turns into a joyless anticlimax, the monsoon has proved to be a disappointment. He accused this year's monsoon of merely kati-kuti puwa, of making a production with grey skies, rumbling thunder and stillness in the air, and then now showing up. Evening turns to night. A lone firefly weaves patterns of light. I watch the night waiting for some sign of an impending downpour. Eventually I go to bed. നോക്കാം എന്താണ് എൻ്റെ അമ്മാവൻ മഴയെക്കുറിച്ച് പറയുന്നത്. എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അദ്ദേഹത്തിന് എന്താണ് എത്രത്തോളം യാഥാർത്ഥ്യമായിട്ടുള്ള മനുഷ്യനാണ് മനസ്സിലാക്കുക എന്നതാണ്. ഏറെ കാത്തിരുന്ന ഒരു ധനിക ബന്ധുവിൻ്റെ സന്ദർശനം സന്തോഷരഹിതമായ ആൻറ്റിക്ലൈമാക്സായി മാറുന്നത് പോലെ, അല്ലേ? മൺസൂൺ നിരാശാജനകമാണെന്ന് തെളിഞ്ഞു. ഈ വർഷത്തെ മൺസൂൺ വെറും കാട്ടിക്കൂട്ടിപ്പൂവ മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചാരനിറത്തിലുള്ള ആകാശം മുഴങ്ങുന്ന ഇടിമുഴക്കവും വായുവിലും നിശ്ചലതയും പിന്നീട് ദൃശ്യമാകാത്തതുമായ ഒരു ഉൽപ്പാദനം, അല്ലേ? സന്ധ്യ രാത്രിയായി മാറുന്നു, പകല് രാത്രി പോലെ ആവുന്നു എന്നാണ് പറയുന്നത്. ഏകാന്തമായ ഒരു ഫയർഫ്ലൈ, അല്ലേ, പ്രകാശത്തിൻ്റെ പാറ്റേണുകൾ നെയ്യുന്നു. അസഹനമായ മഴയുടെ ചില സൂചനകൾക്കായി ഞാൻ രാത്രി നോക്കുന്നു. ഒടുവിൽ എന്തായി? ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. മഴ ആസ്വദിക്കാൻ വന്നതാണ്, അല്ലേ? അപ്പം മഴ കിട്ടാതെ ഈ അന്തരീക്ഷം മഴയെ വെയിറ്റ് ചെയ്യുകയും പക്ഷെ മഴ പെയ്യാതാവുമ്പോഴുള്ളൊരു നിരാശയുമാണ് അദ്ദേഹത്തിൻ്റെതിലൂടെ കാണാൻ കഴിയുന്നത്. അടുത്തത്, ഐ വേക്ക് ടു ഡ്രമ്മിങ് ഓൺ മൈ ടൈൽ റൂഫ്. ഇറ്റ്സ് 2 AM ആൻഡ് ദ മൺസൂൺ ഹാസ് ഫൈനലി കം കോളിങ് ഓൺ മീ. അല്ലേ, ഞാൻ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് റൂഫിൽ സൗണ്ട് കേട്ടിട്ട് എണീറ്റു. 2 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ അവസാന മൺസൂൺ എന്നെ വന്ന് വിളിക്കുകയാണ്. ദ prodigal son has found his way home. I pulled the sheet to my chin and snuggled deeper into bed. For that too is one of the many pleasures of the monsoon. When I wake up at daybreak,
The music of the rain is still playing, plain and gamaka laden notes. High and low decibels. The stately place of the Vilamga Kalam, the center of the Madhyama Kalam, the quick trot of the Druda Kalam. The rain beckons me into its arms. എന്താ പറയുന്നത് നോക്കാം. ഞാൻ എൻ്റെ ട്രയൽ റൂഫിൽ ഡ്രംസ് അടിച്ചാണ് ഉണർന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു സമയം 2 മണി. ഒടുവിൽ മൺസൂൺ എന്നെ വിളിച്ചു. ദൂത്തമായ മകൻ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തി. ഞാൻ ഷീറ്റ് എൻ്റെ താടിയിലേക്ക് വലിച്ച് കട്ടിലിൽ കൂടുതൽ ആഴത്തിൽ പതുങ്ങി. അതിനും മഴക്കാലത്തിൻ്റെ പല സുഖങ്ങളിൽ ഒന്നാണ് അല്ലേ. നേരം വെളുക്കുമ്പോൾ ഞാൻ ഉണരുമ്പോൾ മഴയുടെ സംഗീതം മുഴങ്ങുന്നു. ലളിതവും ഗമകവും നിറഞ്ഞ കുറിപ്പുകൾ, ഉയർന്നതും താഴ്ന്നതുമായ ഡെസിബൽ അല്ലേ, സൗണ്ടാണ് പറയുന്നത്. വിളംബരകാലത്തിൻ്റെ ഗംഭീരമായ ഗതി, മധ്യമകാലത്തിൻ്റെ കേന്ദ്രം, ദ്രുതകാലത്തിൻ്റെ ദ്രുതഗതി. മഴ എന്നെ അതിൻ്റെ കൈകളിലേക്ക് വിളിക്കുന്നു. അവസാനം ആ മഴ വന്നപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ വർണ്ണനയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് നോക്കാം. അപ്പം നമ്മളെ ഓദർ ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ ആൻഡ് സിറ്റ് ഓൺ ദ സ്വിങ് സ്വീറ്റ് ഓൺ ദ വരാന്ത. അപ്പം ഞാനൊരു കപ്പിൽ കോഫി എടുത്ത് ടീ എടുത്ത് എൻ്റെ വരാന്തയിലുള്ള ഊഞ്ഞാലയിൽ വന്നിരുന്നു. ഐ വാച്ച് ദ റെയിൻ ആസ് ഇഫ് ഇറ്റ് വേർ ആൻ എക്സോട്ടിക് മിഗ്രേറ്ററി ബേർഡ്, afraid to even sight in pleasure, for I might frighten it away. What tales do each raindrop hold? What lesson will it teach? What gifts will it offer? The magic of the monsoon resonates in me as a sense of well-being. For now the world is a beautiful place. എന്തൊക്കെയാണ് ഓദർ പറയുന്നത്? ഒരു വിദേശ ദേശാടന പക്ഷിയെ പോലെ ഞാൻ ആ മഴയെ കാണുകയാണ് അല്ലേ. സന്തോഷത്തിൽ നെടുവീർപ്പിടാൻ പോലും ഞാൻ ഭയപ്പെടുകയാണ്. കാരണം എന്താ, ഞാൻ അതിനെ ഭയപ്പെടുത്തിയേക്കാം അല്ലേ. മഴ എങ്ങനെയോ കാത്തിരുന്ന് വന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ നെടുവീർപ്പിടുമ്പോൾ അത് മഴയെ ഭയപ്പെടുത്തിയേക്കാം. ഓരോ മഴത്തുള്ളിയും എന്ത് കഥകൾ ഉൾക്കൊള്ളുന്നു, അപ്പോൾ ചോദിക്കണേ, ഓരോ മഴത്തുള്ളിയും എന്ത് കഥകൾ ഉൾക്കൊള്ളുന്നു, എന്ത് പാഠങ്ങളാണ് അത് പഠിക്കുക, എന്ത് സമ്മാനമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് എന്നൊക്കെ ഈ ഓദർ സ്വയം ചോദിക്കുകയാണ്. മഴക്കാലത്തിൻ്റെ മാസ്മികത എന്നിൽ ഒരു സുഖാനുഭൂതിയാണ് ധ്വനിക്കുന്നത് അല്ലേ. ഓദർ ചിന്തിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. ഇപ്പോൾ ലോകം ഒരു മനോഹരമായ സ്ഥലമാണ് അല്ലേ. ആ ഒരു മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ഒക്കെയാണ്, പിന്നെ മഴ വന്നപ്പോഴുള്ള ആസ്വാദനവുമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത്. അപ്പോൾ ഇത്രയാണ് പാഠഭാഗത്തിൻ്റെ അർത്ഥം വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദ ബെസ്റ്റ്.